യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാളുകൾക്ക് ശേഷമാണ് ഈ ഗ്രൂപ്പില് വചന ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, 23 കഴിഞ്ഞു, 24 നമ്മൾ പ്രവേശിച്ചു. ആദ്യത്തെ ഞായറാഴ്ചയാണ്. എല്ലാവരും ആരാധനയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാം പോയിട്ടുണ്ടെങ്കിലും ദൈവവചനം എത്ര കേൾക്കുന്നതും ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിനോട് എത്ര ചേർന്നിരിക്കുന്നതും വളരെ നല്ല ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ദൈവത്തെ മറന്ന് ജീവിക്കുക. വിശുദ്ധ വേദപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ദൈവത്തെ മറക്കരുതെന്ന്. പക്ഷെ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന, കാരണം അവന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം മറന്ന് ജീവിക്കുന്ന പല ആൾക്കാരും വന്നിട്ട് ചോദിക്കും, കർത്താവ് എപ്പോഴാ വരാറായോ, എപ്പോ വരും? നാളുകളായിട്ട് ഞങ്ങൾ ഇത് കേൾക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് അവരോട് ആദ്യമേ പറയാനുള്ളത്, കർത്താവ് വരുന്ന ഭൂമിയിലേക്ക് രണ്ടാമത് വരുന്നതിനേക്കാൾ മുമ്പ് നിന്റെ മനസ്സിലും ശരീരത്തിലും ഉള്ള ഹൃദയത്തിലുള്ള ദുഷ്ചിന്തകൾ എടുത്ത് മാറ്റിയിട്ട് കർത്താവിന് നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക ആദ്യമേ. മനസ്സിലായോ? അതിനുശേഷം നീ കർത്താവിന്റെ വരവിനായിട്ട് നീ കാത്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് ഈ വർഷത്തെ ആദ്യത്തെ ഉപദേശമായിട്ട് അങ്ങനെ ഇരിക്കുന്നവരോട് പറയുകയാണ്. പിന്നെ പലരും വരും, വരുമ്പോഴെല്ലാം പലതും നടക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ പാഷാണ്ട മതക്കാരോടും ഈ വർഷം ആദ്യത്തെ ഉപദേശമായിട്ട് പറയുകയാണ്, എന്റെ കർത്താവ് വരുന്നതിന്റെ അത്രയും നല്ലൊരു അനുഗ്രഹം ഇനി ഏതവും വന്നാലും കിട്ടത്തില്ല. മനസ്സിലായല്ലോ? എന്റെ കർത്താവ് വരുന്നതിന്റെ അത്ര അനുഗ്രഹം ഈ ഏതവൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടത്തില്ല. എന്റെ കർത്താവ് വരുന്നതാണ് ഏറ്റവും നല്ല അനുഗ്രഹം, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മുടെ വചനത്തിന്റെ തുടക്കത്തിലായിട്ട് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യരായ നമ്മൾ ദൈവം ചെയ്ത നന്മകളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോകുന്ന ആൾക്കാരാണ്. എപ്പോഴും മറവിയുടെ ആൾക്കാരാ മനുഷ്യര്. പക്ഷെ മൃഗത്തിനാണെങ്കിലുണ്ടല്ലോ മറവി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു 4 വർഷം 5 വർഷം 6 വർഷം കഴിഞ്ഞ ഒരു പട്ടിയോ പൂച്ചയോ തന്റെ ആ ഉടമസ്ഥനെ കാണുമ്പോൾ ഓടി ചെല്ലുകയും നക്കി തുടയ്ക്കുന്നതൊക്കെ നമ്മൾ പല യൂട്യൂബിന്റെ അകത്തൊക്കെ കാണാറുണ്ട്. ആന തന്നെ അങ്ങനെ വന്യമൃഗങ്ങളായിട്ടുള്ളവർ. പക്ഷെ മനുഷ്യരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മറക്കുക എന്നുള്ളത്, നന്മ ചെയ്തത് മറക്കുക എന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ ചെറുപ്പത്തിൽ പോലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ദ്രോഹം ഒരിക്കലും മറക്കാറില്ല. ഒരാള് നമ്മളോട് ചെയ്ത ദ്രോഹം ഒരിക്കലും മറക്കത്തില്ല. പക്ഷെ ദൈവം ചെയ്തിട്ടുള്ള സകല നന്മകളും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളോട് ചെയ്തിട്ടുള്ള നന്മകൾ വരെ നമ്മൾ മറക്കുകയും, എന്നാൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടക്കുന്ന പഴയ കാലത്തുണ്ടായിരുന്ന മറക്കാൻ പറ്റാത്തതായിട്ട് പലരും പറയാറില്ല, ഞാൻ മറക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അത് എന്റെ ഉള്ളിൽ കിടപ്പുണ്ട്, ഞാൻ മറക്കൂല എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നീ ദൈവത്തെ മറക്കരുത്. നമുക്ക് വേണ്ടത് ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൽ നിൽക്കുമ്പോൾ നീ ദൈവത്തെ മറക്കരുത്. നമുക്ക് തുടക്കം ആധാരമായിട്ട് അപ്പോ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ബൈബിൾ ഉള്ളവര്, എന്നെ കേൾക്കുന്നവർക്ക് എടുത്തു വായിക്കാവുന്നതാണ്. ഞാൻ വായിക്കാം. നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും, നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും, നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ ഒരു കൽപ്പന പോലെ കിടക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും. കാരണം അവിടെ ഊഴിയ വിചാരകന്മാരുടെ 6-ന് മുമ്പുള്ള വാക്യങ്ങൾ നിങ്ങൾ അധ്യായങ്ങൾ വായിച്ചു വരുമ്പോഴത്തേനും കാണാം അവരുടെ അവസ്ഥ. മോശ അവിടെ ചെല്ലുമ്പോഴുള്ള അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് പഴയ നിയമം നമ്മൾ വായിച്ചു വരുമ്പോ കാണാം. ഒരു രീതിയിൽ പോലും അവർക്കൊന്ന് നിവർന്നു നിൽക്കാനോ ഒന്ന് വിശ്രമിക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കാൻ. കാരണം ഊഴിയ വിചാരകന്മാരാലുള്ള നിലവിളി കാരണം ഭയങ്കരമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും വളരെ കഷ്ടപ്പെട്ട ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ അവിടുന്ന് ദൈവത്തിന്റെ ദാസനായിട്ടുള്ള മോശ അവിടുന്ന് ഇവരെ വിളിച്ചുകൊണ്ട് നേരെ അവർക്ക് ചെയ്ത വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ അതിനിടയിൽ കൊടുക്കുന്ന കാര്യമാണിത്. ഇവിടെ പറയുകയാണ് ഒരു സംഭവമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാം, ഇസാഖ്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നീ പണിയാത്ത, കാരണം അത് സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുവരികയാണ്, നീ പണിയാത്തതായിട്ടുള്ള
ഏതാണ്? വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, ഇത് ഇസ്രായേൽ മക്കളോട് പറയുക മാത്രമല്ല, എന്നെ കേൾക്കുന്ന സകല മനുഷ്യരോടും നമ്മുടെ കർത്താവ് പറയുകയാണ്, നമ്മൾ ഇതെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദൈവത്താലാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഈ 2023 അല്ലെങ്കിൽ 24 ഇത്രയും കാലം ഏത് വർഷം ജനിച്ചോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർ എന്നെ കേൾക്കുന്നവരോട് പറയുകയാണ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ആ ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന കാര്യത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളൊന്ന് ഏറ്റെടുത്ത് നോക്കിയേ. നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് നമുക്ക് എത്രയോ നന്മകൾ ലഭിച്ചിരിക്കുന്നു. നനച്ചിരിക്കാത്ത സമയത്ത് നമുക്ക് എത്രയോ നമ്മുടെ ഓരോ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. നനച്ചിരിക്കാത്ത സമയത്ത് ഇനി ഒരിക്കലും നടക്കത്തില്ല എന്ന് ജീവിതത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തടസ്സങ്ങളെ മാറ്റി ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. അതൊന്നും നമ്മുടെ കഴിവോ കാര്യങ്ങളോ ഒന്നുമല്ല, കാരണം നമ്മുടെ നീതീകരണ പ്രവൃത്തിയുമല്ല, ദൈവത്തിന്റെ മഹാകരുണ അത്രയും നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. എല്ലാവരും പറയും ഞാൻ നേടിയതാണ്, അതാണ്, ഇതാണ് എന്ന് പറയുമ്പോഴത്തേനും ഒരു കാര്യം ചിന്തിച്ചോണം, ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിന് താഴെ പറയുകയാണ് 12ാമത്തെ വാക്യം, നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തുനിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെല്ലാം ഓരോന്നിനും അടിമകളായിട്ട് കിടക്കുകയായിരുന്നു. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പലതിനും അടിമയായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷെ ആ അടിമയുഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് രക്ഷകനായ ദൈവം ഇവിടെ കൊണ്ടുവന്നതിന്റെ കാരണം പഴയത് ഓർത്തുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പഴയ ക്രൂരകൃത്യങ്ങൾ ഓർത്തുകൊണ്ട് മനസ്സിലിട്ട് രാകുക, അല്ലെങ്കിൽ മറ്റുള്ള ഓരോന്നിനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിനെ ഉളവാക്കിയ ഒരു ദൈവം എന്റെ ജീവിതത്തിൽ ഇത്രയും നന്മകൾ ചെയ്തിരിക്കുന്നു. ഈ നന്മകൾ ചെയ്തിരിക്കുന്ന ദൈവത്തെ ഞാൻ മറക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് അവിടെ തരുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മറക്കാതിരിക്കുക. ചില കാര്യങ്ങളിൽ നമ്മൾ പലതും ചിന്തിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, എന്താണ്, എനിക്ക് പലതും കിട്ടി എന്നൊക്കെ പറയാം. എന്നാൽ നമുക്ക് കിട്ടാതെ വരുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിൽ എന്താണ്, പല രീതിയിലോട്ടുള്ള മാനസിക പിരിമുറുക്കം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് യോബിന്റെ പുസ്തകം നമ്മൾ 22-ാം അധ്യായം 21 വായിക്കുന്നത്. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കും, അതിനാൽ നിനക്ക് നന്മ വരും. നമ്മുടെ ഒരു ശത്രുവിനോട് നമുക്ക് ഇണങ്ങി സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നത്, ഒരു ശത്രുവിനോട് ഇണങ്ങിയിരിക്കുക, ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത്, ഞാൻ പറയുന്നു, ദൈവഹിതമല്ലാത്തൊരു രീതിയിൽ ഇപ്പം ഈ കൂട്ടു സഹോദരനെ ചതിക്കുക, ചവിട്ടുക, കുത്തുക, പുറകിൽ നിന്ന് കുത്തുക, ഇങ്ങനെയുള്ള ഒരാൾക്ക് കൈ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അങ്ങനെ ഉള്ളവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ കൈ തരത്തില്ല എന്ന് പറഞ്ഞ് മാറി പോയിട്ടുണ്ട്. കാരണം എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ള സ്ഥലമുള്ള ആൾക്കാരെ നമ്പർ വരെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാൻ, ഞാനുമായിട്ട് ഇനി ബന്ധപ്പെടുക വേണ്ട, എനിക്കത് താല്പര്യമില്ല. അത്രയ്ക്ക് പിന്നെ ഈ കള്ള സഹോദരന്മാരുള്ള ആക്രമണം എന്ന് പറഞ്ഞ കണക്ക്, ആപത്തെന്ന് പറഞ്ഞ കണക്ക് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ഈ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അടിമയുഗത്തിൽ കിടന്ന നമ്മളെ വിളിച്ചിറക്കി നമ്മൾ സത്യം മനസ്സിലാക്കി ഇറങ്ങി വന്ന ദൈവത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഇന്നൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ എന്തെങ്കിലും ദൈവം ചെയ്ത നന്മകളിൽ നിന്ന് ഞാൻ അങ്ങയെ ഓർക്കാതെ അങ്ങയെ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്നെ കേട്ടവരെല്ലാരും ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവമേ, ഞാൻ മറന്നു പോയിട്ടുണ്ട്. നീ ചെയ്ത നന്മ മറ്റൊരാളോട് പറയാതെ, അല്ലെങ്കിൽ നീ ചെയ്ത നന്മ മറ്റൊരു ആൾക്കൊരു സാക്ഷ്യമായിട്ട് നിൽക്കാതെ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ കൂട്ടി വരുത്താതെ, അത് ദൈവം ചെയ്ത ഒരു നന്മയാണ്. ആ നന്മ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. കാരണം എത്ര രഹസ്യത്തിലിരുന്ന് പ്രാർത്ഥിച്ചാലും പരസ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പാകെ എനിക്ക് കിട്ടിയ നന്മ ഞാൻ മറന്നു പോയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ മറക്കരുത്. എങ്ങനെ? ഒന്ന്, കാരണം നിനക്ക് വാഗ്ദത്തമായിട്ട് തരുന്ന ദേശത്തേക്ക്, അല്ലെങ്കിൽ നിനക്ക് വാഗ്ദത്തം തരുമെന്ന് എല്ലാ ദൈവമക്കൾക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ തന്നതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നീ ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്റെ കഷ്ടതയിൽ, എന്റെ ബുദ്ധിമുട്ടിൽ, എന്റെ പ്രാർത്ഥനയുടെ ഇതിൽ, അല്ലെങ്കിൽ എനിക്കാരും കൈത്താങ്ങില്ലാതിരുന്ന സമയത്ത്, മനുഷ്യന്റെ കൈത്താങ് എന്നൊക്കെ പറയുന്നത് വെറും നിസ്സാരമാണ്. മനുഷ്യൻ എത്ര നേരം നമ്മളെ താങ്ങി പിടിച്ചോണ്ട് വയ്ക്കും?
അത് തന്നെയല്ലേ മോശ കൈ ഉയർത്തിക്കൊണ്ട് മോശയുടെ കൈ താന്നു പോകാതിരിക്കാൻ വേണ്ടിയത് അവര് കൈ ഉയർത്തി അവസാനം കല്ലെടുത്ത് നോക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ കൈ അല്ലെങ്കിൽ മനുഷ്യൻ എത്ര നേരം നമ്മളെ താങ്ങി പിടിച്ചോണ്ടിരിക്കും? ഏറ്റവും നല്ലത് മനുഷ്യനെ ചാരുന്നതിനേക്കാൾ നിന്നെ സൃഷ്ടിച്ച ആ സത്യ ദൈവത്തിന്റെ മാറിൽ ചാരുക എന്നുള്ളതാണ്. നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. കാരണം ഞാൻ ചാരി കിടക്കുന്നത് എന്റെ ദൈവത്തിന്റെ മാറിലാണ്. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലം എനിക്ക് സുരക്ഷിതമാണ്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു ദൈവിക പദ്ധതിയുണ്ട്. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്ന, എനിക്കൊരു പദ്ധതി ഒരുക്കി തന്ന, എന്റെ പ്രയാസങ്ങളെ മാറ്റി തന്ന, എന്റെ കഷ്ടതകളെ മാറ്റി തന്ന, എനിക്ക് എന്റെ ക്രിസ്തുവിനെ അറിയാൻ സാധിച്ച വഴികളെ, തടസ്സമായി നിന്ന സകല വഴികളെ മാറ്റിക്കൊണ്ട് എനിക്ക് ഈ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ ആ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ദൈവത്തെ ഞാൻ മറക്കുകയില്ല. കാരണം ഈ ദൈവമാണ് എന്റെ ജീവിതത്തിൽ സകലത്തിന്മേലും അധികാരമുള്ളവൻ. ആ ഒരു ചിന്താഗതിയോടെ ആയിരിക്കാം. പക്ഷെ എന്നാൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? മറന്നു പോകുന്നവരാ, എല്ലാത്തിനും മറവിക്കാരാണ്. അതിനെ ഞാൻ എപ്പോഴും മെസ്സേജ് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത. കാരണം ഞാൻ നിൽക്കുന്ന മേഖല നിങ്ങൾക്കറിയാവുന്ന ഒരുമാതിരിപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, ആ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് സകല ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവം. എന്റെ ഹൃദയവിചാരത്തെ അറിയുന്ന ദൈവം. കാരണം സൃഷ്ടിച്ചവനായ സൃഷ്ടാവിന് തന്റെ സൃഷ്ടിയുടെ ഹൃദയവിചാരത്തെ അറിയുമെന്ന് പറയുന്ന ഉലകത്തിൽ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം, വേറെ ഒന്നുമില്ല. കാരണം എങ്ങനെ? തന്റെ ഭക്തൻ അല്ലെങ്കിൽ തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ നീ പോയി ലോകത്തുള്ള സകല കർമ്മങ്ങളും ചെയ്തിട്ടോ എന്നിട്ട് നിന്റെ പ്രശ്നങ്ങളെ മാറ്റാമെന്ന് പറയുന്ന ഒരു ദൈവമല്ല. കർമ്മത്തിലൂടെ ഒരു മനുഷ്യനും രക്ഷപ്പെടത്തില്ല. എത്ര കർമ്മം, എന്തൊക്കെ പരിപാടി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. നീ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. ദൈവം നിന്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോഴത്തേനും സങ്കീർത്തനം 103 1ഉം 2ഉം വാക്യം വായിക്കുമ്പോഴത്തേക്കാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആദ്യമേ ഇസ്രായേൽ ദേശത്തുനിന്ന് കൊണ്ടുവന്ന ഇസ്രായേൽ മക്കളോട് പറയാണ്, നീ ഉണ്ടാക്കിയതും നട്ടതും അല്ലാത്തതായിട്ടുള്ളതെല്ലാം നിനക്ക് തരുമ്പോൾ ഇവിടെ പറയാണ്, നീ എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന്. കാരണം ഈ മനുഷ്യൻ ചെയ്ത ഉപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോകുന്നവരാണല്ലോ നമ്മളെല്ലാവരും. പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴായിരിക്കും അത് കുത്തി ഓർത്തെടുക്കുന്നത്. ഈ ജീവിതത്തില് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സമയങ്ങളിലും പല കാര്യങ്ങളും നമ്മൾ മറന്നു. കാരണം ഉപകാരങ്ങൾ മറക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സഹജമായിട്ടുള്ള ഒരു ജീവിത രീതി. ഉപകാരങ്ങളെ മറക്കുക. കാരണം 1000 ഉപകാരം ചെയ്തിട്ട് അവന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച എവിടെയെങ്കിലും വന്നാൽ ആ ഉപകാരങ്ങളെ മുഴുവനും മറന്നിട്ട് ഈ മനുഷ്യന്മാര് മുഴുവനും എന്തായിരിക്കും? അയാൾ 1000 നന്മ ചെയ്തെങ്കിൽ എന്താ, ഒരു തിന്മ കിടപ്പും. ആ തിന്മയായിരിക്കും പിന്നീട് പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. അതൊക്കെ ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാണ്, ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് പകരം അല്ലെങ്കിൽ ആ നന്മ ചെയ്ത വ്യക്തിയിൽ, നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയിൽ എന്താണ് ഇവന്റെ നെഗറ്റീവ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അവരോട് പറയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ അറിയാവോ? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കാരണം നിന്റെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉലകത്തിൽ ഒരു വാഴ്ത്തപ്പെട്ട കർത്താവുണ്ട്. ആ കർത്താവിനെ മാത്രം എന്ത് ചെയ്യുക? അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്നുള്ളതാ. കാരണം ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ അവനാൽ നമ്മൾ സംരക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. രാവിലെ കണ്ണു തുറന്ന് വൈകുന്നേരം കണ്ണടച്ച് ഉറങ്ങുന്നു. ഉറക്കം കഴിഞ്ഞതിന് ശേഷം എഴുന്നേക്കുമോ എന്ന് നമുക്കൊരു ഇതില്ല. ചിലപ്പോൾ മരണപ്പെട്ടു പോയി. എത്രയോ ആൾക്കാർ ഇപ്പൊ അങ്ങനെ മരണപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഏത് സമയത്ത് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഓരോരുത്തർ എഴുന്നേൽക്കുമ്പോഴത്തേനും ഇടത്തോട്ട് കാല് കുത്തുന്നു, ചിലവർ എണ്ണീറ്റിട്ട് തറയിൽ ഉമ്മ വെച്ചിട്ട് എണ്ണീറ്റ് പോന്നു. ഇതൊന്നുമില്ല നമുക്ക്. നമുക്കുള്ള എന്താണ്? എന്റെ കർത്താവേ, പുതിയൊരു പ്രഭാതം തന്നതിന് നന്ദി. അന്നത്തെ ദിവസം പിന്നെ മുമ്പോട്ട് പോകുക എന്നുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ പോകുമ്പോഴാണ് ഇവിടെ പറയുന്നത്, അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന്. കാരണം ജീവിതത്തിൽ പ്രതിഫലം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ, നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണല്ലോ, എവിടെയെങ്കിലും ഈ മാലാഖമാരിരുന്നുണ്ട്, സറാഫുകളും ദൂതന്മാരും ഇരുന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പറയുന്നുണ്ട്. ഇവരിത് പറയേണ്ട കാര്യം എന്തുവാ?
ഇവർക്ക് വേണ്ടിയാണോ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് കാര്യമാണ് ചെയ്തത്? എന്ത് നന്മയാണ് ചെയ്തത്? പക്ഷേ ഈ ജീവിതത്തിൽ പല സമയത്ത് നമ്മള് ഈ ഉപകാരങ്ങൾ മറന്നു പോകുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ പല സാഹചര്യങ്ങളും ഈ സമയം വരെ ഉണ്ടെങ്കിൽ ദൈവമായിട്ടൊന്ന് അടുക്കുക. ഞാനും പറയുന്നു, ഞാനും നിങ്ങളും എല്ലാവരും ചിന്തകൾ കൊണ്ടോ വിചാരങ്ങൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും രീതിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ എന്താണ്? ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അവന്റെ ഉപകാരങ്ങളെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പറയാണ്, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ചിലവര് പറയും ഈ രോഗം എന്ന് പറയുമ്പോഴത്തേന് നേരെ RCC-യിലേക്ക് ആ രോഗം മാറ്റി, അത് മാറ്റി, ഇത് മാറ്റി. ഞങ്ങൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന രോഗങ്ങളുണ്ട്. വേറൊരുത്തരോടുള്ള ദേഷ്യം, വെറുപ്പ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ആശയപരമായിട്ടല്ലാതുള്ള വെറുപ്പും കാര്യങ്ങളുമാണ്. ക്രിസ്തുവിന്റെ ദൈവികത, യേശുക്രിസ്തുവിന്റെ ദൈവികത, ബൈബിളിന്റെ ദൈവികത, അപ്പോസ്തലന്മാരെ കുറ്റം പറയുന്ന, യഹോവയെ തെറി പറയുന്ന, യഹോവയെ പിശാചെന്ന് പറയുന്ന, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ നിഷേധിച്ച് നടക്കുന്ന ഒരുത്തനെ വിളിച്ചിരുത്തിയിട്ട് കൂട്ടുകാരാ എന്ന് പറയുന്നത് ഒന്നും ഇതല്ല. കാരണം അവനോട് സംസാരിക്കാനുള്ളത് പക്കയായിട്ട് സംസാരിച്ചു നോക്കണം. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിന്റെ ആത്മീയ സകല രോഗങ്ങളെയും, ശരീരത്തുള്ള ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവന്റെ ആത്മീയ രോഗത്തെ മാറ്റുക, നിന്റെ ആത്മാവിൽ വന്നിരിക്കുന്ന രോഗത്തെയാണ്. കർത്താവ് എന്ന് വരെ ഒന്നും ചോദിച്ചുകൊണ്ട് വരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ യഹോവയായ ദൈവം ഇന്നതല്ലേ, മോശ ഇന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വരുന്ന അത്തരം കൃമികീടങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ സകല രോഗങ്ങളെ സൗഖ്യം, അവന്റെ ആത്മീയപരമായിട്ട് അവന്റെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗത്തെ എന്ത് ചെയ്യണം? മാറ്റിക്കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അതിന്റെ ആവശ്യമുള്ളതാണ്. അത് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പൊ ഇവിടെ പറയുന്നത്, എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാന്തരംഗമായ വിശുദ്ധമാത്ര എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആദ്യമേ പറഞ്ഞു യഹോവയെ മറക്കരുത്, രണ്ടാമത് പറയുകയാണ് അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്നാൽ നമ്മള് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേനും അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 13:1 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എബ്രായ ലേഖനത്തിന്റെ അത് പറയാണ്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. ഇപ്പൊ പഴയതിന്റെ അകത്ത് നമ്മൾ വായിച്ചു, ദൈവത്തെ മറക്കരുത്, അവൻ ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത്. ഇവിടെ പറയാണ് അതിഥി സൽക്കാരം മറക്കരുത്. നമ്മൾ ഏറ്റവും കൂടുതല് ഈ ഇതാരാണ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെറി പറയാൻ വേണ്ടി വരുന്ന അല്ലോ ആണോ? ഏതാണ് ജിഷ്ണു? ഇടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല ഞാനത് എടുത്തില്ല, എനിക്ക് മാത്രം അത് കാണാൻ പറ്റുന്നുള്ളൂ. പോട്ടെ. അപ്പം ഇവിടെ അത് മെസ്സേജാ, അത് മെസ്സേജ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഓക്കെ. അതിപ്പോ ഇവിടെ പറയാണ്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥി, അവൻ എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും അവര് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവര് വരുമ്പോഴത്തേനും നമുക്ക് വളരെ സന്തോഷമാണ്. അവര് വിളിക്കുന്നു, കോഴിയെ കൊല്ലുന്നു, പറ്റുവാണെങ്കിൽ പോത്തിനെ ഒറ്റ വെട്ടിന് തീർക്കുന്നു, അൽഫാം ഉണ്ടാക്കുന്നു എന്ന് വേണ്ട സകല പരിപാടി. കാരണം അതിഥി വരികയാണ്. അതിഥിക്ക് കൊടുക്കാനുള്ള സൽക്കാരം, അവളെ സൽക്കരിക്കുക എന്നുള്ളത്, സൽക്കരിക്കാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സൽക്കാരമായിരിക്കും. മേശം മുഴുവനും നിറയുകയായിരിക്കും. അപ്പൊ ഇവിടെ പറയാണ്, സഹോദരപ്രീതി നിലനിൽക്കുക, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഇത് അബ്രഹാമിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് 3 പേർ വന്നപ്പോൾ അബ്രഹാം അവിടെ വായിക്കുമ്പോഴത്തേനും കാണാൻ പറ്റും, ഭൂമിയോളം കുനിഞ്ഞെന്നാണ് പറയുന്നത്. ഭൂമിയോളം കുനിഞ്ഞെന്നാ പറയുന്നത്. ആരെ? ഈ അതിഥികളെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി ഭൂമിയോളം കുനിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചാർച്ചക്കാരും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി സകലവിധ 2 ദിവസത്തിന് മുമ്പേ നമ്മൾ എല്ലാ കാര്യങ്ങളും കാരണം അവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ. പക്ഷെ എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വരുന്നവർ വീട്ടിൽ കയറി വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ആനന്ദിക്കുന്നു, അവർ അവിടുന്ന് മടങ്ങിപ്പോകുന്നു. മടങ്ങിപ്പോയതിനു ശേഷം വീട്ടിലുള്ള ആള് തന്നെ ഇത് മൊത്തം കഴുകി വൃത്തിയാക്കി എല്ലാം വെക്കണം. അതിനിടയ്ക്ക് ഉപ്പ് കൂടിപ്പോയാൽ, എരിവ് കൂടിപ്പോയാൽ, കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാത്തിന്റെ ഇടയിൽ ഇവരുടെ എല്ലാവരുടെയും കണ്ണ് വളരെ ഇതായിട്ട് നിൽക്കുകയും വേണം.
കാരണം ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല, കൊച്ചുകുട്ടികൾ ഭിത്തിയെ വരയ്ക്കാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഒരു അതിഥി സൽക്കാരം നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുക്കി വെക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ നിന്റെ ഭിത്തിയെ വരയ്ക്കാനോ അല്ലെങ്കിൽ ഉപ്പ് കൂടിയോ എരിവ് കൂടിയോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചല്ല, നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എരിവിനെ, പുളിയെ, അല്ലെന്നുണ്ടെങ്കിൽ ആ കറുത്ത പാടുകളെ, കാരണം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റാത്തതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മറ്റൊരാൾ കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന പാപവശങ്ങളെ മുഴുവനും എടുത്തു കളയുന്ന ഒരു അതിഥിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, പിന്നീട് ഈ അതിഥി നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആ അതിഥി മടങ്ങിപ്പോവുകയല്ല, അവൻ എന്നേക്ക് നമ്മുടെ കൂട്ടത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ മടങ്ങിപ്പോവാണ്. എത്ര വലിയ കൂട്ടുകാരനും എത്ര വലിയ സായിപ്പും എത്ര വലിയ അറബിയും എത്ര വലിയ രാജാവും വന്നു കഴിഞ്ഞാൽ അവൻ ആ വീട്ടിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വരുന്നു, വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നു, എല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാണ്? അവൻ അവിടുന്ന് വിട്ടുപോവുകയാണ്. പക്ഷെ എന്നാൽ കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? അങ്ങനെ ആ കർത്താവായ യേശുക്രിസ്തു ഒരു അതിഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം അവിടെ എന്നേക്ക് ഓർമ്മകളിലൂടെ ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തിട്ടേ പോകത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. കാരണം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതൽ 10 വരെ വായിക്കുമ്പോഴത്തേന് അവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അവിടെ വളരെ വ്യക്തമായിട്ട് കാണാം? കർത്താവായ യേശുക്രിസ്തു എന്താ അവിടെ ക്ഷണിക്കപ്പെട്ടു വന്നയാളാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, ക്ഷണിക്കപ്പെട്ടു വന്നയാളാണ്. ആര്? കർത്താവ് യേശുക്രിസ്തു. ഇങ്ങനെയാണ് 3-ാം നാൾ ഗലീലയിലെ കാനാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് അവിടെ കാണുകയാണ്, കർത്താവായ യേശുക്രിസ്തു എന്താണ്? ക്ഷണിക്കപ്പെട്ടു വന്നയാളാണ്. കർത്താവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, വിശുദ്ധ മറിയ അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ കല്യാണത്തിന്റെ ഇതിനെപ്പറ്റി നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാണാം, 2 ദിവസത്തിന് മുമ്പ് 3 ദിവസത്തിന് മുമ്പ് അവരെന്താണ് ആ കുടുംബമായിട്ട് സ്വന്തക്കാരും ബന്ധുക്കാരും ഒരുമിച്ച് അവിടെ കൂടുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന ആൾക്ക് എന്തറിയാം? വളരെ വ്യക്തമായിട്ട് അറിയാം അവിടെ എന്തുണ്ട് എന്തില്ല എന്നുള്ളത്. പക്ഷെ ക്ഷണിക്കപ്പെട്ടു വന്ന ഒരാൾക്ക് ഒരിക്കലും അറിയത്തില്ല അവിടെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത്. പക്ഷെ എന്റെ കർത്താവിന് സകലതും അറിയാം. എന്റെ കർത്താവിന് സകലതും അറിയാം. എന്തെങ്കിലും പറയാൻ വേണ്ടിയാണോ മൈക്കെടുത്ത്? ഓക്കെ. എന്റെ കർത്താവിന് അവിടെ എന്തുണ്ട് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ മറിയയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അവിടെ എന്തുണ്ടായിരുന്നു ഇല്ല എന്നുള്ളത്. പക്ഷെ എന്നാൽ ക്ഷണിക്കപ്പെട്ടു വന്ന കർത്താവ് അവിടെ എന്ത് ചെയ്തു? അവിടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഞാൻ വായിച്ചിട്ട് എവിടെയെങ്കിലും യേശുവിന്റെ അമ്മയോട് വന്നിട്ട് മധ്യസ്ഥം പറയുന്നതോ അല്ലെങ്കിൽ യേശുവിനോട് മറ്റുള്ള അവിടെ ഉള്ളവർ ആരെങ്കിലും വന്ന് പറയുന്നുള്ളതായിട്ട് ഞാൻ കണ്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വരെ. പക്ഷെ യേശുവിന്റെ അമ്മയായ മറിയം വന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞു പോരാ എന്നുള്ള വിഷയം പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ക്ഷണിക്കപ്പെട്ടു വന്നയാൾ ആ ഭവനത്തിൽ വന്നപ്പോൾ അവിടെ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയാണ് നടന്നത്. ഒരു മനുഷ്യനും മറക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു മനുഷ്യനും തന്റെ ജീവിതത്തിൽ അവിടെ കൂടിയിരുന്നവരുടെ ജീവിതത്തിൽ ഒരു രീതിയിലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അത്ഭുത പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടാണ് എന്റെ കർത്താവ് പോയത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയാണ്, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. കാരണം അങ്ങനെ ഒരു അതിഥിയായിട്ട് ആരെങ്കിലും ഭവനത്തിലേക്ക് വരുന്നവരെ പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ സ്വീകരിച്ച് നല്ലൊരു കാര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നല്ല, അതിഥി സൽക്കാരം സ്വീകരിച്ച് മടങ്ങിപ്പോകുന്ന ഒരാളല്ല. എന്നേക്കും നമ്മുടെ ജീവിതത്തിൽ, എന്നേക്കും നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ്, എന്നേക്കും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. എന്നെ കേട്ട നിങ്ങളോട് ഓരോരുത്തരും ചോദിക്കുകയാണ്, ഈ 2023 വരെ നിങ്ങൾ പ്രാർത്ഥിക്കാത്ത എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്മയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നന്മ ലഭിക്കുന്നില്ല, ഇത്ര ദിവസമായിട്ട് എനിക്ക് നന്മ ലഭിക്കുന്നില്ല, ഈ ദിവസം കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ അതാണല്ലോ ഇതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചെയ്ത ഉപകാരത്തെ, നന്മകളെ മറന്നുകൊണ്ട് പോകുമ്പോൾ, ചെയ്ത ഉപകാരത്തെ പറ്റി ഓർക്കാതിരിക്കുമ്പോൾ, കാരണം നമ്മൾ നനച്ചിരിക്കുന്നതിനേക്കാളും അത്ഭുതകരമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏതിലേക്കാ തിരിയുന്നത്? ദൈവത്തിലേക്കോ അതോ
ദൈവത്തിനേക്കാൾ നിനക്ക് നിന്റെ ദൈവത്തിന് നന്മ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന അവനിലേക്കോ? ഈ ഞാൻ നിങ്ങളോട് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പ്രത്യാശയുള്ള കൂട്ടുകാരാന്ന് പറയാം. ആർക്കെങ്കിലും പറയാം? എഴുതിയിടോ. ഏറ്റവും കൂടുതൽ പ്രത്യാശയുള്ളവരാരാ? ആർക്കെങ്കിലും ഒന്ന് എഴുതിയിടാം. ഒറ്റ പോയിന്റേ ഉള്ളൂ. ആരും എഴുതിയിടുന്നില്ല. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ പ്രത്യാശയുള്ളവർ ലോട്ടറി എടുക്കുന്നവരാ. എന്റെ ഒരു ഇത് പറയാണ്. ഇപ്പൊ ഇനി ഇത്രയും ഭാഗം കട്ട് ചെയ്തുകൊണ്ട് പോകും കേട്ടോ. ഏറ്റവും വലിയ പ്രത്യാശ ഉള്ളവര് ലോട്ടറി എടുക്കുന്നവരാണെന്നാണ് അജീഷ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ബാക്കിയൊന്നും എടുത്തോണ്ട് പോകത്തില്ല. ഞാനത് പറയാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. ലോട്ടറി എടുക്കുന്നവരാന്ന് പറയാനുള്ള കാരണം ഇത്രേ ഉള്ളൂ. ഈ ഇന്ന് കാരുണ്യ ലോട്ടറി എടുത്തെന്ന് വെച്ചു, 40 രൂപ കൊടുത്തു. ഈ ലോട്ടറി എടുത്ത് പോക്കറ്റിൽ വെക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പ്രൈസ് ഈ എടുത്തവനടിക്കും. ബാക്കി ഇഷ്ടം പോലെ ആൾക്കാരുന്നുണ്ട്, എങ്കിലും എടുത്ത ഒരാളുടെ ചിന്താഗതി പറയണം. ഫസ്റ്റ് പ്രൈസ് ആർക്കടിക്കും? എടുത്തവനടിക്കും. ആ കാറ് വീടിന്റെ മുറ്റിലാക്കും, വീടിന്റെ മുമ്പിലാക്കും, വലിയ വീട് മേടിക്കും. പണ്ട് 1000 രൂപ കടം ചോദിച്ചിട്ട് തരാത്തവന് 10000 രൂപ ഇട്ട് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? അപ്പോൾ തന്നെ അവന്റെ ഭാവനയില് ഉറപ്പിച്ചു. വൈകുന്നേരം ഒരു 3:30-4 മണിയാകുമ്പോഴത്തേന് റിസൾട്ട് നോക്കുമ്പോൾ അവന് കിട്ടിയില്ല. അവൻ നിരാശപ്പെട്ടു പോകുന്നുണ്ടോ? അവൻ അടുത്ത വിൻ എടുക്കും. 40 രൂപയുടെ ടിക്കറ്റ് കിട്ടിയില്ല, എന്താ 50 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. അവൻ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ടിക്കറ്റ് എടുക്കും. അവന്റെ ഉള്ളിലെ ചിന്ത മുഴുവനും എന്താണ്? എനിക്കാണ് ഈ ഫസ്റ്റ് പ്രൈസ്, എനിക്കാണ് ഈ ഫസ്റ്റ് പ്രൈസ്, എനിക്കാണ് ഈ ഫസ്റ്റ് പ്രൈസ്. ഇത് തന്നെയായിരിക്കും എന്ത്? ഒരു ലോട്ടറി എടുക്കാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയായിട്ട് എനിക്ക് തന്നെയാണ് ഈ ഫസ്റ്റ് പ്രൈസ്, എനിക്ക് തന്നെയാണ് ഈ ഫസ്റ്റ് പ്രൈസ്, എനിക്ക് തന്നെയാണ്. അവൻ ഓരോ ലോട്ടറി എടുക്കുമ്പോഴും അവന്റെ പോക്കറ്റിൽ ഇത് വെക്കുമ്പോഴും എന്താണ്? ഇത് തന്നെയാണ് ചിന്താഗതി. ചീട്ടുകളിക്കാരന് ഇത് തന്നെയാണ് ചിന്താഗതി. ഇന്ന് എനിക്കുള്ളതാണ് എന്നുള്ള അതേ. കാരണം ആദ്യത്തെ ചീട്ട് പോയാലും രണ്ടാമത്തെ ഏത് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചീട്ടിടുമ്പോൾ ഇത് എനിക്കുള്ളതാണ്, ആ ചിന്താഗതി ഇരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് അതിന്റെ അത്രയും പ്രത്യാശ ഉണ്ടോ? ചെറിയൊരു പനി വന്നാൽ, ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ, ചെറിയൊരു പ്രയാസം വന്നാൽ ഉടനെ എന്റെ ദൈവമേ നീ എന്ത് പണിയാ കാണിച്ചത്, അവിടെയും കുറ്റം ദൈവത്തിന് തന്നെയാണ്. ആ ഒരു ചിന്താഗതി ഒന്ന് മാറ്റി. നമ്മൾ അടുത്തൊരു പുതുവർഷത്തിലെ സകല നന്മകൾ എന്റെ ദൈവം എനിക്കായിട്ട് തരും. ഞാൻ ജീവനുള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ജീവനുള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. എനിക്കൊരു രൂപത്തിന്റെ മുമ്പിലോ അവിടെ പോയി മെഴുതിരി കത്തിക്കോ ഒന്നുമല്ല. ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ദൈവത്തിനായി ഞാൻ മെഴുതിരി കത്തിച്ചിരിക്കുകയാണ്. ആ വെളിച്ചം എന്റെ ഹൃദയത്തിലൂടെ മറ്റുള്ളവരിലേക്കും പ്രകാശിക്കും. ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു ജീവനുള്ള ദൈവം എനിക്കുണ്ട്, ഒരു പരിശുദ്ധനായ ദൈവം എനിക്കുണ്ട്, ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഞാൻ ഒന്നിന്റെ മുമ്പിൽ മുട്ടുമടക്കത്തില്ല. ഞാൻ മുഴങ്കാലും അടക്കുന്നുണ്ടെങ്കിൽ ഒരു മുറിക്കകത്തേക്ക് കയറി എന്റെ കട്ടിൽ അവിടെ കാണും, അല്ലെങ്കിൽ എന്റെ അവിടെ ജനല് കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഫാൻ കാണും. അതിന് മുമ്പിൽ വേറെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഇരിക്കുന്ന എന്റെ വിശുദ്ധ വേദപുസ്തകമായിട്ട് ഞാൻ എന്റെ ഒരു മുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം പുറത്ത് നിൽക്കുന്ന അനേകർ പറയും, ഇവൻ ഒരു വിശ്വാസിയായിട്ട്, ഇവൻ യേശുവിനെ സ്വീകരിച്ചിട്ട് ഇവൻ എന്ത് ലഭിച്ചു, ഇവൻ എന്നും കരച്ചിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പലരും നമ്മുടെ പിന്നാലെ വരും. നമ്മളെ സാത്താൻ പുറകിൽ തോണ്ടി വിളിക്കും, നീ പ്രാർത്ഥിക്കാൻ പോണോ, ഇരിക്കണം എന്നെല്ലാം ചോദിച്ചു വരുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചോ, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ചെവി അടഞ്ഞിരിക്കുകയാണ്. കാരണം ദൈവം നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവി എന്തോ വിഷയങ്ങളിൽ, സാമ്പത്തികമോ മാനസികമോ കുടുംബപരമായിട്ടോ മറ്റേതെങ്കിലും കാര്യത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ പറയുക, ഞാൻ തുറക്കുകയാണ് കർത്താവേ, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, നിന്റെ വചനത്തിലൂടെ എനിക്കൊരു വിടുതൽ ലഭിക്കണം, എന്റെ വഴി കറക്റ്റ് ആക്കണം. അതിന് എന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ഒരു പാസ്റ്ററിന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അച്ഛന്റെ വചന ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ എന്ത് നമ്മൾ വിചാരിക്കും? ഇന്ന് മുതൽ ഞാൻ നന്നാവും, ഇന്ന് മുതൽ ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങും, ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥന തുടങ്ങും, ഇന്ന് മുതൽ ഇതാകും. പക്ഷെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഒരു കാര്യം ചെയ്താൽ നമ്മൾ ആ കാര്യം ദൈവത്തെ ഒന്ന് ഏൽപ്പിക്കുക. ഞാൻ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്, നീ എനിക്ക് വേണ്ടി ചെയ്യണം, ഞാൻ എന്നെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്റെ കർത്താവ് ഇത് ശരിയാക്കി തരുമെന്നേ. എന്റെ കർത്താവിന് അങ്ങനെ മാറ്റങ്ങൾ ഈ പിടിവാശി പിടിച്ച് നിന്നെ നന്നാക്കത്തില്ലടാന്ന് പറയുമ്പോൾ ഇരിക്കുന്നതല്ല. എന്റെ കർത്താവിന് വളരെ സന്തോഷമാണ്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതേപോലെ തന്നെ എബ്രായ ലേഖനം നമ്മൾ 13-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നോക്കണം. അവിടെ ഒരു കാര്യം കാണാം. 15 മുതൽ വായിക്കാം. അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്വോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലോ ദൈവം പ്രസാദിക്കുന്നത്.
ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോഴത്തേന് എല്ലാരും തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. അക്കൗണ്ട് പരിപാടിയാണ്. ഈ അക്കൗണ്ട് പരിപാടിയല്ല അവിടെ. അന്ന് ഈ അക്കൗണ്ടും പരിപാടിയും ഒന്നും ഇല്ലല്ലോ. നമ്മുടെ എബ്രായ ലേഖനം എഴുതുന്ന സമയത്ത് ഗൂഗിൾ പേ സംവിധാനങ്ങളൊന്നും ഇല്ല. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാരണം അവിടെ പറയുന്നുണ്ട്, അവന് മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്വോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ നന്മ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഒരുത്തനൊരു ഭാരമുണ്ടെങ്കിൽ ആ ഭാരം എന്റേതൂടാന്ന് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലൊരു നന്മ പ്രവൃത്തിയാണ്. മനസ്സിലായോ? വാര്യർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ജോയിലിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അച്ചുമച്ചാന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെ ഇവിടെ നിതിനോ ബാക്കിയുള്ളവരെ ഓരോരുത്തരും ഇരിപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറ്റൊരു സഹോദരനോട് പറയുമ്പോൾ, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, രണ്ടുപേർ എന്റെ നാമത്തിൽ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിക്കാൻ. മനസ്സിലായോ? നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കറിയാം, രണ്ട് പോലീസ് ഓഫീസറെ ആയിരിക്കും വിടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളെയായിട്ട് എവിടെ അങ്ങനെ വിടത്തില്ല, രണ്ടുപേരെ. ട്രെയിൻ സർവീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? 2 ആൾക്കാർ കാണും. ഫ്ലൈറ്റ് ഇല്ലേ? 2 പേര് കാണും. എന്താണ്? ഈ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം ഐക്യമത്യപ്പെട്ടെങ്കിൽ മാത്രമേ പ്രവർത്തനം നടക്കത്തുള്ളൂ. 2 പേർ ഒരുമിച്ചിരുന്ന് ഐക്യമത്യപ്പെട്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുടെ ഫലം കാണത്തുള്ളൂ. ഇപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഒരു മനുഷ്യന്റെ എന്റെ ഒരു ഭാരത്തെ ഞാൻ വേറൊരാളിലേക്ക് തരുമ്പോൾ സഹോദര പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നിമിഷം തന്നെ ആ ഫോണിലൂടെ ആണെങ്കിലും ഒരു 2 വാക്കൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വേദന അവിടെ കുറയും. നമ്മൾ പ്രാർത്ഥിക്കാം ബ്രദറെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു 2 വാക്ക്. കാർ ഓടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ബ്ലൂടൂത്തിലൊക്കെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ കേൾക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ട് പറയും, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം അത് ആ സമയത്ത് അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് കാര്യം നടക്കും. ചിലവര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടും, ബ്രദറെ ഇന്നപോലെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു പ്രാർത്ഥിക്കണം. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൂപ്പുകൈ അങ്ങോട്ട് ഇട്ടിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എഴുതി വിടുവാണ്. അവർക്ക് അതൊരു ആശ്വാസമാണ്. അവർ ചിലപ്പോൾ ടെൻഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രാർത്ഥിക്കണം. അതൊരു ഐക്യം. കാരണം ഞാനിപ്പം ഈ എറണാകുളത്ത് ഇരിക്കുകയാണെങ്കിലും ഇതിനേക്കാൾ ദൂരത്തിരിക്കുന്ന മറ്റു പലരും വരെ എനിക്ക് പ്രാർത്ഥന. പക്ഷെ ദൈവത്തിന് ദൂരോ ജില്ലയോ പഞ്ചായത്തോ രാജ്യമോ ഒന്നും പ്രശ്നമില്ലാതെ എന്റെ ദൈവം സകലത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, നന്മ ചെയ്യുക എന്ന് പറയുന്നത്. കൂട്ടായ്മ കാണിപ്പാൻ മറക്കരുതെന്ന് പറയുന്നത്, ഈ ഒരാള് രോഗിയായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഒരു കൂട്ടായ്മ കൂടണം. മനസ്സിലായ? അവിടെ ചെന്ന് ഒരു കൂട്ടായ്മ കൂടണം. ചില സഭകളില് ചില പാർഷന്മാര് അവർക്ക് വചന ശുശ്രൂഷയ്ക്ക് നല്ല ഇത് കാണത്തില്ല, ചിലവര് പാടാൻ വലിയ ഇതില്ല. ഞാനൊക്കെ പാടി അന്നത്തോട് ക്ലബ് ഹൗസ് പൂട്ടണമെങ്കിൽ എന്നോട് ഒരു പാട്ട് പാടാൻ പറയാം, പരിപാടി ചെയ്യും. അപ്പൊ പാടാനുള്ള ഒരു ഇതില്ല. ചില ദേവദാസന്മാർ അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് ആർക്കെങ്കിലും അവരുടെ സഭയിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു പനിയോ അല്ലെങ്കിൽ മറ്റുള്ള ഭാരപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവരായിരിക്കും ആദ്യമേ അവിടെ എത്തുന്നത്. ഈ ദേവാസനൊക്കെ ആദ്യമേ അവിടെ എത്തും. അതൊരു ശുശ്രൂഷയാണ്. ചിലവര് പറയുമ്പോൾ ഞങ്ങളുടെ സഭയിലെ പാർശ്വം അത്രയ്ക്ക് അങ്ങോട്ട് വചനപ്രസംഗം അല്ലെങ്കിൽ പാട്ട് പാടാൻ അല്ലെങ്കിൽ ഒരാള്. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് വേറെ ഒരു ഇതുണ്ട്. ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ സഭയിലെ ഏതെങ്കിലും ഒരു വിശ്വാസിയായിരിക്കും. അങ്ങനെ മിക്ക സഭകളിലും ഒരു വിശ്വാസിയുണ്ട്. ആർക്കെങ്കിലും ശാരീരികമായിട്ടുള്ള ക്ഷീണമോ പനിയോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെയാന്ന് അറിയാം, ഈ പുള്ളിയായിരിക്കും ആദ്യമേ അവിടെ എത്തുന്നത്. അത് വലിയൊരു കൂട്ടായ്മയാണ്. കാരണം പനിയാണെന്നറിഞ്ഞ് പിന്മാറി മറ്റു മനുഷ്യർ നടക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൽ ഓടി ചെന്നിട്ട് അവിടെ ഒരു കരം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ചിലവർ കൊറോണ ആയതുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ആധുനിക സംവിധാനങ്ങൾ വെച്ച് ഫോണിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഈ ആഴ്ച ഒരു സൗകര്യം വന്നില്ലെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ആചാര്യോപദേശിയുടെ ഒക്കെ പുസ്തകങ്ങൾ എടുത്ത് നിങ്ങൾ ജീവചരിത്രമൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാല് 4-5 കിലോമീറ്റർ ആരാധന കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നേരെ നടക്കും. എന്തുകൊണ്ടാ സഹോദരൻ വന്നില്ല, സഹോദരി വന്നില്ല, ആചാര്യോപദേശി കൊല്ലനുപദേശി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം. അപ്പോൾ അവരങ്ങനെ നടന്നു പോയിട്ട് അന്വേഷിക്കും. ഇന്ന് നമ്മുടെ ഒരു മൊബൈൽ ഉണ്ടായിട്ട് ഇന്ന് എത്ര പേര് നമ്മുടെ സഭയിൽ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഇന്നയാൾ അസുഖമായിട്ട് കിടക്കുന്നു, ഇന്നയാൾ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നു, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞു. നമ്മളൊന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടായ്മ ആചരിക്കാത്തവരാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സഭകളിൽ നിങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ച പിള്ളേര് ഈ ജില്ലയിലെ അടുത്ത ജില്ലയിലെ അടുത്ത സംസ്ഥാനത്തും പഠിക്കാൻ പോയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ളവരെ നിങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? എന്തുണ്ട് സഹോദര, എന്തുണ്ട് സഹോദരി, അല്ലെങ്കിൽ എന്തുണ്ട് കൊച്ച വിശേഷം, എങ്ങനെ പോകുന്നു പഠനമൊക്കെ?
അവള് ചിലപ്പോ അവനവിടെ ചിലപ്പോ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയായിരിക്കാം. നമ്മുടെ ഒരു ഫോൺ വിളിയാണ്, നമ്മുടെ ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ ദൈവദാസിമാരുടെ അല്ലെങ്കിൽ സഭയിലെ വിശ്വാസിയുടെ ഒരു ഫോൺ വിളി ആയിരിക്കാം ചിലപ്പോൾ അവൾ പറന്നുയരാൻ അല്ലെങ്കിൽ പറന്നുയരാൻ അവൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അതുവരെ അവൻ ഇങ്ങനെ ചിറകൊക്കെ ഒതുക്കിയിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ ഈ സംസ്ഥാനം അടുത്ത് പഠിക്കാനൊക്കെ പോകുമ്പോഴത്തേനും അവരവിടെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന്മേലെല്ലാം ആയിരിക്കാം, മനസ്സിലായോ? എല്ലാം ആയിരിക്കാം. നമുക്ക് സാമ്പത്തികം ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു വാക്ക് അവന്റെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ അതൊരു ഉണർവാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വോത്രയാഗം ഇടപെടാതെ അർപ്പിക്കാൻ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, കൂട്ടായ്മ ആചരിക്കുക, അതേപോലെ തന്നെ നന്മ ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ 2023 കഴിഞ്ഞതിന് ശേഷം 24 നമ്മൾ ആദ്യത്തെ ഞായറാഴ്ചയാണ്. ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തന പുസ്തകം 6:12 പറയാണ്, ഒന്നുമില്ലാത്തടത്ത് വന്ന് നിന്നെയൊക്കെ ഉടുത്ത തുണിയോട് വിളിച്ചുകൊണ്ട് വന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നീ നട്ടുവളർത്താത്ത, നീ ഉണ്ടാക്കാത്ത ഭവനത്തിൽ നിനക്ക് നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നിനക്ക് സാമ്പത്തികവും മറ്റുള്ള ആത്മീയ സന്തോഷം തരുമ്പോൾ, എന്നെ കേട്ട ദൈവമക്കളെ, ആ ഇസ്രായേൽ മക്കളെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ആ ചെയ്ത ദൈവത്തെ മറന്നുപോകാൻ ഇടവരാതിരിക്കട്ടെ. അതുകൂടാതെ മനുഷ്യർ ഉപകാരങ്ങളെ ചെയ്തിട്ട് വിളിച്ചു പറയുമെങ്കിൽ നമുക്ക് ചെയ്ത ഉപകാരത്തെ ഒരിക്കലും വിളിച്ചു പറയാതെ നമ്മൾ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഉപകാരം ചെയ്തു എന്ന് വിളിച്ചു പറയുന്ന വലിയൊരു കൂട്ടമായിരിക്കണം. കാരണം അവൻ ചെയ്ത ഉപകാരങ്ങളെ മറന്നു പോകാതിരിക്കട്ടെ. അടുത്തത്, അതിഥി സൽക്കാരം മറക്കരുത്. വീട്ടിൽ വരുന്നവരോട് നമ്മൾ നല്ല രീതിയിൽ അതിഥി സൽക്കാരം എങ്ങനെ നമ്മൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണിക്കുന്നോ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കർത്താവ് അതിഥിയായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്റെ കർത്താവ് അതിഥിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ അവൻ അതിഥിയായിട്ട് വരും. പക്ഷെ അതിഥിയായിട്ടല്ല പിന്നീട് നിൽക്കുന്നത്, നീ ദൈവ പൈതലായി, മകളായി, അതേ കണക്കൻ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിക്കുന്ന, ഒക്കെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവമക്കളായി തീരുവാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. പിന്നെയോ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ, ദേവദാസന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവദാസിമാരുമായിട്ടുള്ള ബന്ധത്തിൽ, ഏതെങ്കിലും കാര്യത്തിൽ ദൈവമക്കളുമായിട്ട്, ദൈവസഭയ്ക്കകത്തോ പുറത്തുള്ളവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കൂട്ടായ്മ കാണിപ്പാനോ നന്മ ചെയ്യുവാനോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രയാസമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. പറഞ്ഞാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല. അതുകൂടെ ഞാൻ പറയാം, പറഞ്ഞാൽ തീരാത്ത പ്രശ്നമില്ല. ഈ പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് വലിയ പ്രശ്നമാകും. അതിനേക്കാളും നല്ല വിളിച്ചു പറയാ, ബ്രദറെ എനിക്ക് ഇന്ന പോലെ നിങ്ങളുടെ മേലെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അതൊന്ന് തീർക്കണം. അല്ലെങ്കിൽ സഹോദരി നിങ്ങളുടെ മേലെ എനിക്കൊരു പ്രശ്നമുണ്ട്, അതൊന്ന് തീർക്കണം. അതിനെന്താ വഴി? ഓക്കെ, ഒന്നെങ്കിൽ ഫോണിൽ കൂടെ. വേറൊരു കാര്യം കേട്ടോ, ഈ രമ്യതപ്പെടാൻ വേണ്ടി വിളിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യരുത് കേട്ടോ, അതൊരു വൃത്തികെട്ട പരിപാടിയാ. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ചില ആൾക്കാരോട് വന്യ റെക്കോർഡിങ് ഇടപാടാ. എന്റെ അടുത്ത് വന്ന് റെക്കോർഡ് ചെയ്തവൻ ഒരു കുഴപ്പമില്ല. കാരണം ഫോൺ വെക്കുന്നതിന് മുമ്പ് അവനിട്ട് തന്നെയുള്ള വെച്ചിട്ടേ ഞാൻ പറയാറുള്ളൂ. അവൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേന് ഇപ്പൊ എന്തെക്കാളും ചില ഫോണുകൾ റെക്കോർഡിങ് തുടങ്ങുമ്പോൾ തന്നെ റെക്കോർഡിങ് ആണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. ചില വലിയ വിദഗ്ധരാ, ഒരെണ്ണം സംസാരിച്ചിട്ട് മറ്റേതിന്റെ അകത്ത് റെക്കോർഡിങ് ആയിരിക്കും. അന്യായ ഇടപാടാ. ഞാൻ പറയുന്നത്, രമ്യതപ്പെടാനുള്ളവൻ അല്ലെങ്കിൽ മനസ്സിണക്കപ്പെടാനുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, വിളിക്കുക, സംസാരിക്കുക. ഇതിന്റെ നടുക്കൊരാളെ നിർത്താതിരിക്കുക. അത് കണക്കന്നെ ഈ വിവാഹ ജീവിതം ഇപ്പൊ തുടങ്ങിയവരോട് ഒരു കാര്യം പറയാം. ആദ്യത്തെ ഒരു 3 വർഷം എന്ന് പറയുന്നത് ചട്ടിയും മുട്ടിയും ചട്ടിയും കലവും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തട്ടിയും മുട്ടിയും ഒക്കെ പോകത്തുള്ളൂ. 3 വർഷം അല്ലെങ്കിൽ 2 വർഷം, 3 വർഷം എന്ന് പറയുന്നത്. 3 വർഷം എന്ന് പറയാനുള്ള കാരണം, ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് പിന്നെ ഒരു കുട്ടി ഉണ്ടാകും. കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തേനും സ്ത്രീകൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവർ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കിടന്നുറങ്ങും. കാരണം ആ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. ഒരു 3 വർഷം എന്ന് പറയുന്നതാണ് എന്ത്? ഇതല്ല. നിങ്ങൾ ഒരു കാരണവശാൽ ഈ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ കർത്താവിനെ അല്ലാതെ വേറൊരാളെ ഇടയ്ക്ക് നിർത്തി പ്രശ്നം പരിഹരിക്കാൻ പോകരുതേ. പോയി കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇണങ്ങും. നിങ്ങൾ ഒരുമിച്ച് കൈയും കോർത്ത് പിടിച്ച് കിടക്കുമ്പോഴത്തേന് ഈ മൂന്നാമൻ അവിടെ നിന്നുണ്ട് എന്ത് പറയുന്നറിയോ? എന്താ അടിയും ബഹളമായിരുന്നു, ഇവരുടെ ചരിത്രം എനിക്കറിയാം, അത് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കും. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, 3 വർഷം എന്ന് പറയുന്നത് ശകലം പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകത്തുള്ളൂ. കാരണം വേറൊരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ഒരു ചെറുക്കന് നമ്മള് ആ പെൺകുട്ടിയായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. ഈ ജീവിക്കുന്നതിന്റെ ഇടയ്ക്ക് പൊട്ടലും ചീറ്റലും പല പ്രശ്നം ഉണ്ടാവും. ചെറുക്കൻ പറയും, എനിക്ക് ആപ്പിൾ മാത്രമാണ് ഇഷ്ടം, അതുകൊണ്ട് നീ മുന്തിരി മാത്രം ഇഷ്ടപ്പെടുന്ന പെണ്ണ് എന്നോട് പറയാണ്, നീ ഇനി മുന്തിരി തിന്നണ്ട, എനിക്ക് ആപ്പിൾ മാത്രമാണ് ഇഷ്ടം, ഞാൻ ആണാണ്, അതുകൊണ്ട് നീ ഇനി ആപ്പിൾ മാത്രം തിന്നാ മതി എന്ന് പറയരുത്.
അതേ കണക്ക് തന്നെ നേരെ തിരിച്ചു പെണ്ണ് പറയുകയാണ് എനിക്ക് മുന്തിരി മാത്രമാണ് അച്ഛാ ഇഷ്ടം, അതുകൊണ്ട് ഇനി ആപ്പിൾ തിന്നണ്ട എന്ന് പറയുന്നത്. നീ 1 കിലോ ആപ്പിൾ തിന്നുമ്പോൾ ഒരു 2 മുന്തിരി തിന്നാ മതി. എടി പെണ്ണെ, നീ 1 കിലോ മുന്തിരി തിന്നുമ്പോൾ ഒരു ആപ്പിളിന്റെ കഷ്ണം തിന്നാ മതി, എല്ലാ പ്രശ്നവും തീരും. ഈ ആപ്പിള് എന്റെ മോൻ ആപ്പിൾ മാത്രമേ തിന്നത്തുള്ളൂ, എന്റെ മോളെ അത് ഈ ആപ്പിളും മുന്തിരിയും മേടിക്കാൻ പോലും ഒരുത്തനെ ഇടയ്ക്ക് നിർത്താതിരിക്കുക. ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തമ്മിൽ തമ്മിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം. കാരണം 3 വർഷം കഴിയുമ്പോഴത്തേനും ഒരു കൊച്ചൊക്കെ ആയിക്കഴിഞ്ഞ് തമ്മിൽ കാര്യങ്ങളെ മനസ്സിലാക്കി എന്റെ ഇച്ഛായൻ ഇതാണ്, എന്റെ ഭാര്യ ഇതാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു വരുമ്പോൾ നമ്മള് ഇടനില നിർത്തിയ ഒരുത്തൻ അവിടെ ഉണ്ട്, ഇവർ രണ്ടുകൂടെ എത്ര നാളും വലിയ പ്രശ്നമായിരുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകരുത്. കാരണം അങ്ങനെ വിളിച്ചു പറയാത്ത ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയാണ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ ദൈവത്തോട് പറയുക, അവളും ദൈവത്തോട് പറയുക. ഏറ്റവും നല്ല കാര്യം കെട്ടിയോനും കെട്ടിയോടെ കൈ കോർത്തിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നീ അതിനൊരു വഴി ഒരുക്കുക. അങ്ങനെ വഴി ഒരുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്നത്, ചിലപ്പോൾ ഒരു വചന സന്ദേശം കേൾക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ഒരു വാക്യം കിട്ടുന്നത്. അതിലൂടെ ആ പ്രശ്നം പരിഹരിക്കുമെന്നേ. ആ പ്രശ്നം പരിഹരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാടി, ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചു, ഈ ഒരു വാക്യം കണ്ടു, ഇതിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ പ്രശ്നം തീരുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ചു, അച്ഛാ ഞാനൊരു വാക്യം വായിച്ചു, ഇതിലൂടെ ആയിരിക്കും നമുക്ക് ഇന്നലെ ഉണ്ടായ പ്രശ്നം തീരുന്നത്, ചിലപ്പോൾ നമ്മുടെ അതായിരിക്കും നമ്മളെ ഒന്ന് പഠിപ്പിച്ചതായിരിക്കും. ആ രീതിയിൽ പോകുന്നതിന് പകരം ഉടനെ അടുത്ത 3ാമത് ഒരാളുടെ അടുത്തേക്ക് പോകും. ഈ നമ്മൾ ചെല്ലുമ്പോഴേ പറയും ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, വേറെ ആരോടും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ബ്രദറിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളിനോട് പറയുന്നത്. ഇവൻ അടുത്തവനോടും പറയും, അവൻ അടുത്തവനോടും പറയും. ഇത് ആകാശവാണിയായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറഞ്ഞ കണക്ക് പണ്ട് സിലോണിന്ന് വന്ന കണക്കായിരിക്കും. മൊത്തം നാടും വീടും മുഴുവനും അറിയും. ഈ മുഴുവൻ പ്രശ്നങ്ങളും അറിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മൾ എന്തായി, സ്നേഹത്തിലായി കഴിയും. അപ്പോഴും ഇത് മൊത്തം ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് പലയിടത്തും സംഭവിക്കുന്നത്. കാരണം കൂട്ടായ്മ ആചരിക്കുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൂട്ടായ്മ, കൈകോർത്തിരിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഏറ്റവും നല്ലൊരു കൂട്ടായ്മയാണ്, ഏറ്റവും നല്ലൊരു ജീവിതത്തിന് നല്ലതാണ്. അപ്പൊ ഇവിടെ പറയാണ്, അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം എന്ന സ്വോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. കാരണം ആദ്യമേ പറയുന്നു, ദൈവത്തെ മറക്കാതിരിക്കണമെങ്കിൽ, അവന്റെ ഉപകാരങ്ങളെ മറക്കാതിരിക്കണമെങ്കിൽ, അതിഥി സൽക്കാരം മറക്കാതിരിക്കണമെങ്കിൽ, നന്മ ചെയ്യുവാൻ, കൂട്ടായ്മ കാണിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം, ദൈവമേ സ്തോത്രം, കർത്താവേ നന്ദി എന്ന് പറയുന്ന ഒരു അധരഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ നാളിൽ നിന്നുണ്ടാകണം. അതുണ്ടാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ചെയ്ത ഒരു ഉപകാരങ്ങളും ഒരു നന്മകളും എവിടെയും നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ്, ഈ 2024 ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവത്തെ മറന്നു പോകാതെ ജീവിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും. അത് എപ്പോൾ എങ്ങനെ എന്ന് പറയാൻ ഞാനൊരു കണിയാനയല്ല, പക്ഷെ എന്റെ ദൈവത്തിന് സാധിക്കും. നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത്, നമ്മൾ ചിന്തിക്കാത്ത സമയത്ത്, ഒരു ഹൃദയത്തിൽ ചിന്തിക്കാത്ത സമയത്ത്, ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത സമയത്ത്, ഒരു കാര്യങ്ങളും ചിന്തിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ കർത്താവിനെ മാത്രം മുൻനിർത്തി മുമ്പോട്ട് പോവുക. നമ്മുടെ കർത്താവിനെ മാത്രം മുന്നിട്ട് മുമ്പോട്ട് പോവുക. പല ആൾക്കാരും വരും നിന്നെ സഹായിക്കാൻ. ഈ സഹായങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ സഹായകൻ എന്ത് ചെയ്യും? വിളിച്ചു പറയും. പക്ഷെ വിളിച്ചു പറയാത്ത ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളോട് ഒരിക്കലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തന്റെ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അവൻ നമുക്കായിട്ട് കാൽവരിയാഗമായി. അതെ, അശുദ്ധമായി കിടന്ന പാരമ്പര്യത്തിന്റെ അടിമച്ചങ്ങലയിൽ, കാരണം ജാതി വിവേചനം മറ്റുള്ള കാര്യങ്ങളിലൂടെയെല്ലാം നമ്മളെ മാറ്റപ്പെട്ടിട്ട സ്ഥലത്ത് നിന്ന് സകല ജാതികൾക്കുമുള്ള ഒരു രക്ഷയെ കാണുവാൻ ആ ദൈവദാസന് കഴിഞ്ഞെങ്കിൽ, ഏത് ദൈവദാസന്? സ്നാപയോഹന്നാന്റെ അപ്പനായിട്ടുള്ള സക്കരിയാവിന് കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം പറയാം, സകല ജാതികൾക്കുമുള്ള ഒരു രക്ഷ നമ്മുടെ മുമ്പിൽ ഉദിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊരു അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ നിമിഷവും, ഓരോ ചിന്തകൾ, അനുനിമിഷം, അനുദിനം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ നന്മകൾക്കും കാരണദൂതൻ നമ്മുടെ നീതീകരണ പ്രവൃത്തി ഒന്നുമല്ല, അവന്റെ മഹാകരുണയത്രേ. അതുകൊണ്ട് ഈ 2024 എന്നെ കേട്ടവരോട് എല്ലാവരോടും പറയാണ്, ഒരു ജീവനുള്ള ദൈവമുണ്ട്, ഒരു പരിശുദ്ധനായ ദൈവമുണ്ട്. നമ്മുടെ പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ എന്ത് വന്നാലും, ഈ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ എവിടുന്ന് തുടങ്ങി എന്ന് അന്വേഷിച്ചു പോകാതെ അതിനെ പരിഹരിക്കുന്ന ഒരു ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുക.
ആ ജീവനുള്ള ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോസ്തലനായ പത്രോസ് കടലിന്റെ മുകളിൽ കൂടെ നടന്നു. കടലിന്റെ മുകളിൽ കൂടെ നടന്നു പോയപ്പോഴത്തേനും ആ വലിയൊരു കാറ്റടിച്ചപ്പോ പുള്ളി എന്ത് ചെയ്തു? വെള്ളത്തിൽ വീണു, മുങ്ങിപ്പോയി. അപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവർ ഒരുമിച്ച് പടകിൽ കയറിയെന്നാണ്. പത്രോസിന്റെ കൈയും പിടിച്ച് എന്ത് ചെയ്തു? കർത്താവ് ഒരുമിച്ച് പടകിൽ കയറിയെന്ന്. നിങ്ങൾ ആ വാക്യെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം, ഒരുമിച്ച് പടകിൽ കയറിയെന്ന. അല്ലാതെ ആദ്യമേ കർത്താവ് പടകിൽ കയറി സ്റ്റഡി ആയിട്ട് പത്രോസിനെ വിളിച്ച് കയറ്റിയെന്നല്ല, ഒരുമിച്ച് പടകിൽ കയറിയെന്നാണ്. ഇതേപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ 3 പേരെ തീയിലേക്ക് ഇട്ടു. 4മതൊരാളെയും കൂടെ അവിടെ കണ്ടു. അവിടെ കർത്താവ് തീ അണച്ചിട്ടല്ല അവരുടെ കൂട്ടത്തിൽ നടന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ തീയിലാണ് കർത്താവിനെ കണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നവും പ്രതികൂലവും പ്രയാസവും പരിഹരിച്ചിട്ടല്ല നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കർത്താവ്. ആ പ്രശ്നത്തിലും പ്രയാസത്തിലും പ്രതികൂലത്തിലും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ജീവനുള്ള ദൈവമാണ് കർത്താവ്. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാണ്, പ്രശ്നങ്ങളെ പരിഹരിച്ചിട്ടല്ല നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളം നേരെയാക്കിയിട്ട് കർത്താവ് വള്ളത്തിൽ കയറി പടകിൽ കയറി നിന്നിട്ട് പത്രോസിനെ കയറ്റിയെന്നല്ല, അവർ ഒരുമിച്ച് കയറി എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? അവർ രണ്ടുപേരും വള്ളത്തിന് പുറത്താണ്, പടകിന് പുറത്ത് തന്നെയാണ് നിൽക്കുക. അവരെ ഒരുമിച്ച് കയറി എന്നാ പറയുന്നത്. അതേ കണക്ക് തന്നെ പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 3 പേര് അവിടെ വെള്ളം മുഴുവനും കൊണ്ടുവന്നിട്ട് ഒഴിച്ച് കർത്താവ് മൊത്തം വെള്ളം തീ അങ്ങോട്ട് തണുപ്പിച്ച് കളഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങില്ല. ആ തീയിലും എന്റെ കർത്താവ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ അനവധി കടന്നു വരുമ്പോൾ ഇത് എവിടുന്ന് തുടങ്ങി, ഇതാരിൽ നിന്ന് തുടങ്ങി, ഇത് എത്ര തലമുറയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് എനിക്ക് എവിടുന്ന് തുടങ്ങി എന്നല്ല, എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ അവന്റെ പിന്നാലെ പോവാ. പ്രശ്നമേ നീ പുറകിലേക്ക് പൊക്കോളാൻ പറയണം, പ്രതികൂലമേ നീ പുറകിലേക്ക് പൊക്കോളാൻ പറയണം. മനസ്സിലായോ? അവിടെ എന്റെ ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പിന്നാലെ ഞാൻ സഞ്ചരിക്കുന്നു. കാരണം പ്രശ്നവും പ്രതികൂലവും പ്രയാസങ്ങളും എത്ര കടന്നു വന്നാലും ഇത് എവിടുന്ന് തുടങ്ങി എന്ന് അന്വേഷിച്ചല്ല പോകേണ്ടത്, ഇതിനെ പരിഹരിക്കുന്ന ദൈവത്തിന്റെ പിന്നാലെ പോവുക. അതുകൊണ്ട് 2024 നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ സകലതും കടന്നു വന്നാലും ഒരു കാര്യം ഓർക്കുക, എനിക്ക് മുന്നമേ മാതൃക വെച്ചിട്ട് പോയ ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പിന്നാലെ ഞാൻ സഞ്ചരിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും, ഞങ്ങളെ യഹോവയെ വാഴ്ത്തും, ഞങ്ങളെ യഹോവയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്ന് പറയുന്ന ഒരു ചിന്തയോടെ 2024 നമുക്ക് യാത്ര തുടരാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയം വരെ എനിക്ക് സമയം തന്ന സൃഷ്ടാവാൻ ദൈവത്തിന്റെ ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എന്നെ കേട്ട എല്ലാവർക്കും ജീവനുള്ള ദൈവം നിങ്ങളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.